എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, മൾട്ടി തുടങ്ങി ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ നായകന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 10 കോടി സിനിമ കളക്ഷൻ നേടി. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷം മുന്നെയാണ് വേല സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും വേല സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. തമനയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ദിലീപ് ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് ബാന്ദ്രയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കാലങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ നവംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി OTTയിൽ എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് ബ്ലാക്ക് മെയിൽ സിനിമ നേടിയെടുത്തത്. GV പ്രകാശാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ല കളക്ഷൻ ബൾട്ടി സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഷെയ്ൻ നിഗമാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ബൾട്ടി സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ മനോരമ മാക്സിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ബൾട്ടി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് പാതിരാത്രി. സീരിയൽ ഇതിനേക്കാൾ മികച്ചതാണെന്നാണ് ആരാധകർ പറയുന്നത്. സൗബിനും നവ്യ നായരുമാണ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പാതിരാത്രി സിനിമ OTTയിലേക്ക് വരാൻ പോവുകയാണ്. തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് വാഷൗട്ടായി. മനോരമ മാക്സ് ആണ് പാതിരാത്രിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ DNA സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസായത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഡൊമിനിക്. ഇതുവരെ സിനിമയുടെ OTT വന്നിട്ടില്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ സിനിമ റിലീസിനായി ഒരുങ്ങുകയാണ്. മനോരമയും ആമസോൺ പ്രൈമുമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ഡൊമിനിക് OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകന സിനിമയാണ് ജിന്ന്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു ജിന്ന്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ജിന്ന് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദീപാവലിക്കാണ് സിനിമ ഇറങ്ങിയത്. നല്ല അഭിപ്രായമാണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയാണ്. ധ്രുവ് വിക്രമാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ബൈസൺ സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ മാസം പകുതിയോടുകൂടിയായിട്ടാണ് സിനിമ വരുന്നത്. മലയാള വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര ബോസർഗൻ സിനിമയിലെ നായകൻ. 2023 സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. രാമചന്ദ്ര ബോസർഗൻ സിനിമ അടുത്ത മാസം ആദ്യ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് മധുരം, ജീവ, മൃതബിന്ദു എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ബേസിൽ, വിനയ് ഫോർട്ട്, ലാൽ തുടങ്ങി ഒരുപാട് പേര് ഈ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈന പ്ലേയിലാണ് മധുരം, ജീവ, മൃതബിന്ദു എന്ന സീരീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.